എത്രയോ ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ ജീവിതത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ നിത്യതയെക്കുറിച്ച് വാസ്തവത്തിൽ ചിന്തിക്കുന്നവരുണ്ടോ? അധികം ആളുകൾ ഇപ്രകാരം ചെയ്യുന്നില്ല. പലരും ഇപ്പോഴത്തേതിനെയും ഇവിടുത്തേതിനെയും കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതെ, അനേകർ ദൈവവചനം വിശ്വസിക്കുന്നില്ല. അതാണ് വഞ്ചിക്കപ്പെടുന്നതിൻ്റെ രഹസ്യം. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുന്ന ദിവസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ മുന്നറിയിപ്പുകളുണ്ടെങ്കിലും അവയെ മനസ്സോടെ മറന്നു കളയുന്ന മനുഷ്യരാണ് അന്ത്യകാലത്തുണ്ടാകുക എന്ന് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും മാറ്റമില്ലാത്തവയാകുന്നു ദൈവത്തിൻ്റെ വചനങ്ങൾ. യെശയ്യാപ്രവചന പുസ്തകം 24 25 അധ്യായങ്ങൾ. യെശയ്യാപ്രവചനം 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ 11 ന്യായവിധികളെക്കുറിച്ചാണ് നാം കണ്ടത്. ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ ദൈവം അയക്കുന്നതായ 11 കഷ്ടങ്ങൾ. അവ ഓരോന്നും വളരെ ശ്രദ്ധേയമാകുന്നു എന്ന് നാം ഇതുവരെ പഠിച്ചതിൽ നിന്നും മനസ്സിലായല്ലോ. ഇനിയും സർവഭൂമിയുടെയും മേൽ വരുവാനുള്ള ദൈവത്തിൻ്റെ അന്ത്യ ന്യായവിധിയാണ് നാം കാണുവാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിനെ മഹാപീഡനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. യെശയ്യാപ്രവചനം 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേശങ്ങളുടെ മേലുള്ള ന്യായവിധികൾ അധികവും നിവൃത്തിയാക്കപ്പെട്ടു. എന്നാൽ ഇനിയും നാം പഠിക്കുവാൻ പോകുന്ന ഈ അവസാനത്തെ ന്യായവിധി പൂർണ്ണമായും ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതേയുള്ളൂ. ഇനിയും ഭാവിയിൽ അത് സംഭവിക്കും. യെശയ്യാപ്രവചനം 24 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ അധ്യായത്തിലെ വിഷയം മഹാപീഡനം ആകുന്നു എന്ന് നാം കാണും. അതെ, ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന വലിയ കഷ്ടം. ലോകവ്യാപകമായ ദൈവിക ന്യായവിധി എന്ന തലക്കെട്ട് നമുക്കിതിന് കൊടുക്കുവാൻ സാധിക്കും. 24 അധ്യായം നിങ്ങൾ എന്നോടൊപ്പം നോക്കുമെങ്കിൽ അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരമാണ്: യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ഇവിടെ ഭൂമി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് ഇറക്സ് എന്നതത്രേ. ഇസ്രായേൽ ദേശമെന്നോ ലോകം മുഴുവനും എന്നോ അർത്ഥമുള്ള വിധത്തിലാണ് ഈ പദപ്രയോഗം. ഈ അധ്യായത്തിലെ സാഹചര്യത്തിൽ ലോകം മുഴുവനും എന്ന അർത്ഥമാണ് അനുയോജ്യമായിട്ടുള്ളത്. വാസ്തവത്തിൽ ന്യായവിധിയെക്കുറിച്ച് 2 വിധത്തിൽ പറയുവാൻ കഴിയും. ഇസ്രായേൽ ദേശത്തെ സൂചിപ്പിക്കുന്നതും ലോകത്തെ മുഴുവനും ബാധിക്കുന്നതുമായ ന്യായവിധി. ഇനിയും ഞാൻ 6-ാം വാക്യത്തിലേക്കാണ് വരുന്നത്. 24-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം: അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. താൻ ഇനിയും ഒരിക്കലും ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് ദൈവം നോഹയോട് വാഗ്ദത്തം ചെയ്തു. ഇനിയും ന്യായവിധി തീയാകുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭൂവാസികൾ ദഹിച്ചുപോയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ഉം 7-ഉം വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തും ഇരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. വിശുദ്ധന്മാരുടെ സംരക്ഷണം എന്നുള്ളതാണ് തുടർന്നുള്ള വിഷയം. മഹാപീഡന കാലത്ത് വിശുദ്ധന്മാർ സംരക്ഷിക്കപ്പെടും. ഓർക്കണം, മഹാപീഡന കാലത്തിന് മുൻപ് സഭയിലെ വിശുദ്ധന്മാർ
മധ്യാകാശത്തിൽ കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. ഇത് അതിനുശേഷം കർത്താവിനെ അംഗീകരിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ സംരക്ഷിക്കപ്പെടുമെന്ന അർത്ഥത്തിലാണ് ഇവിടെ അത് പറഞ്ഞിരിക്കുന്നത്. 24-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം ഈ വിഷയം വളരെ കൃത്യമായും വ്യക്തമായും കാണുന്നു. ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാ പെറുക്കും പോലെയും ഭൂമിയുടെ മധ്യേ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. അവർ ഉച്ചത്തിൽ ആർക്കും, യഹോവയുടെ മഹിമ നിമിത്തം അവർ സമുദ്രത്തിൽ നിന്നുറക്കെ ആർക്കും. അതുകൊണ്ട് നിങ്ങൾ കിഴക്ക് യഹോവയെയും സമുദ്രതീരങ്ങളിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെയും മഹത്വപ്പെടുത്തുവീൻ. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഉച്ചത്തിൽ ആർക്കും എന്നാണ് പ്രവാചകൻ പറയുന്നത്. പരിശോധനയുടെയും പ്രയാസത്തിൻ്റെയും സമയത്ത്, പീഡനത്തിൻ്റെ കാലയളവിൽ അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്നതാണ് ആശ്ചര്യകരമായി നാം ഇവിടെ കാണുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. ആ സമയം ഒരു ശേഷിപ്പുണ്ടായിരിക്കും, ഒരു കുറഞ്ഞ കൂട്ടം. ഇസ്രായേലിൽ നിന്നും സകല ഭൂമിയിൽ നിന്നും ഉള്ളവർ അതിൽ ഉൾപ്പെടും. സാർവത്രികമായ കഷ്ടതയെക്കുറിച്ചാണ് 16-ാം വാക്യത്തിൽ നാം കാണുന്നത്. 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. നീതിമാനും മഹത്വം എന്നിങ്ങനെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് കീർത്തനം പാടുന്നത് ഞങ്ങൾ കേട്ടു. ഞാനോ എനിക്ക് ക്ഷയം, എനിക്ക് ക്ഷയം, എനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ദ്രോഹികൾ ദ്രോഹം ചെയ്തിരിക്കുന്നു, ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു. എനിക്ക് ക്ഷയം, എനിക്ക് ക്ഷയം. മഹാപീഡനത്തിൻ്റെ ഭീകരമായ സ്വഭാവം കണ്ടുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ കഷ്ടം, എൻ്റെ കഷ്ടം എന്ന്. അതൊരു ഭീകരമായ സമയമായിരിക്കും. ക്രിസ്തു ഈ കാലത്തെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21 22 വാക്യങ്ങളിൽ, ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. അന്നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഇനി നമുക്ക് 24-ാം അധ്യായത്തിൻ്റെ, അതായത് യെശയ്യാപ്രവചനം 24-ന്റെ 17-ാം വാക്യം നോക്കാം. ഭൂവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ആ നാളിൽ ഭൂമിയിലുള്ള നിവാസികളുടെ മേൽ 3 വിധമായ വിപത്തുകൾ ഉണ്ടാകും എന്നാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ഒന്ന്, പേടി. ഭയത്തിൽ നിന്നും ഇവിടെ സ്വാതന്ത്ര്യമില്ല. ഇന്ന് ലോകം ഭയത്തിൽ നിന്നും വിമുക്തമാണോ? എല്ലായിടത്തും ഭീതിയും അസംതൃപ്തിയും നാം കാണുന്നു. എന്തൊരു ഭയമാണ്! മഹാപീഡന കാലത്ത് ഭയം വർദ്ധിക്കും. മനുഷ്യനെ പേടി, മനുഷ്യന് ഭാവിയെ പേടി, മനുഷ്യന് സ്വന്തം ജീവിതത്തെ പേടി. പേടിയാണ് എല്ലാവർക്കും. രണ്ടാമതായി കുഴി എന്ന് നാം വായിച്ചു. മരണത്തിൻ്റെ വിപത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കുഴി. ഇന്ന് ലോകത്തിന്മേലുള്ള ഭീഷണം അന്ന് ബോംബിൻ്റെ ഭീഷണിയാണ്. ഇത് ലോകത്തിൽ മരണത്തിൻ്റെ ഭീതി ഉണ്ടാക്കുന്നു. ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയുവാൻ അനുവദിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. ഈ ലോകം മുഴുവൻ പല പ്രാവശ്യം ചുട്ടുകരിക്കുവാനുള്ള ബോംബുകൾ ഇന്ന് തന്നെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു, ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന്. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന് ക്രിസ്തു പറഞ്ഞതോർക്കുമല്ലോ. എന്നാൽ കർത്താവ് ആ നാളുകൾ ചുരുക്കുവാൻ പോകുന്നു. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് കണി. ഇത് വഞ്ചനയാണ്, കുരുക്കാണ്. ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് മഹാപീഡന കാലത്തിന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. തങ്ങൾ 1000 ആണ്ട് വാഴ്ചയിലാണ് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് ജനം തെറ്റിദ്ധരിക്കുന്ന സമയമായിരിക്കും അത്. വാസ്തവത്തിൽ മഹാപീഡനത്തിലാണ് അവർ പ്രവേശിക്കുന്നത് എന്ന കാര്യം അവർ അറിയുകയില്ല. എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളിൽ ഒന്ന് അവൻ വഞ്ചകനാകുന്നു എന്നതാണ്. അവനൊരു ചതിയനായിരിക്കും. അവൻ്റെ അപ്പനായ പിശാചും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഇന്നും അങ്ങനെ തന്നെയാണ്. ചതിവായി അവൻ ജനങ്ങളെ തൻ്റെ പക്ഷത്ത് ചേർക്കുവാൻ പോകുന്നു. ഇന്ന് എത്രയോ ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ ജീവിതത്തെ സംബന്ധിച്ച് വഞ്ചിക്കപ്പെടും. എത്ര പേർ വാസ്തവത്തിൽ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്?
അധികം ആളുകൾ ഇപ്രകാരം ചെയ്യുന്നില്ല. പലരും ഇപ്പോഴത്തേതിനായി, ഇവിടെ കാണുന്നതിനായി അതേക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതെ, അനേകർ ദൈവവചനം വിശ്വസിക്കുന്നില്ല. അവർക്ക് അത് ആവശ്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ശാസ്ത്രത്താൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാം, രാഷ്ട്രീയത്താൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാം, പ്രത്യയശാസ്ത്രങ്ങളാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാം, വാർത്താമാധ്യമങ്ങളാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാം. എല്ലാ വിധത്തിലും നിങ്ങൾ വഞ്ചിക്കപ്പെടാവുന്നതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സഹായം ലഭ്യമാകുകയുള്ളൂ. അവങ്കിലേക്ക് തിരിയൂ. അവൻ നമുക്ക് ജ്ഞാനിയായി തീർന്നിരിക്കുന്നു. അവൻ മാത്രമാണ് ഏക പ്രത്യാശ. മഹാപീഡന കാലത്ത് ജനം വഞ്ചിതരാകും എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഇനി 18-ാം വാക്യം, പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. മരണമാകുന്ന കുഴിയിലേക്ക് പോകാത്തവർ കെണിയിലകപ്പെടും. ജനസംഖ്യയുടെ 1/4 ഒരു സമയം ന്യായവിധിയാൽ എടുക്കപ്പെടുമെന്നും മറ്റൊരു സമയത്ത് ജനസംഖ്യയുടെ 1/3 മരിക്കുമെന്നും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. ഇനി നാം 22-ാം വാക്യത്തിലേക്ക് പോവുകയാണ്. യെശയ്യാപ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. കുണ്ടറയിൽ വിലങ്ങുകാരെ പോലെ അവരെ ഒന്നിച്ചു കൂട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കും. ഏറിയ നാൾ കഴിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും ചെയ്യും. ഇത് തിരുവചനത്തിലെ മനോഹരമായ വേറൊരു ഭാഗമാണ്. അവർ മരിക്കുകയും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. മഹാപീഡന കാലത്തെ വിശുദ്ധന്മാർക്ക് 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുണ്ട്. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അതത്രേ. അവർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ അതിപ്രകാരമാണ്: ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. രാജാവിൻ്റെ വരവോടുകൂടെ മഹാപീഡനം അവസാനിക്കും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അതിപ്രകാരമാണ്: അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് യെശയ്യാപ്രവചനം 24-ാം അധ്യായത്തിലേക്ക് വരാം. ഒടുവിലത്തെ വാക്യം 23-ാം വാക്യം. അവിടെ പറയുന്നത്: സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ രാജാവ് ഭരണം നടത്തുവാൻ വരുമ്പോൾ പ്രകൃതി പോലും അവനോട് പ്രതികരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മഹാപീഡനം അവസാനിപ്പിക്കുവാൻ കർത്താവായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇനിയും യെശയ്യാപ്രവചനം 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയമാകുന്നു നാം കാണുവാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു വരികയും മഹാപീഡനം അവസാനിക്കുകയും ചെയ്ത ശേഷം അവിടുന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു. 25-26 അധ്യായങ്ങളിൽ രാജ്യത്തിൻ്റെ യുഗത്തെക്കുറിച്ചാണ് പറയുന്നത്. കിങ്ഡം ഏജ്, രാജ്യത്തിൻ്റെ യുഗം. രാജാവ് വരികയും ഈ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ ആദ്യോടന്തം ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഇങ്ങനെ ഒരു ദൂതോടുകൂടെയായിരുന്നു: ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. പിന്നീട് കർത്താവായ യേശു പ്രസംഗിച്ചു: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ വിഷയം
അവൻ ഏറ്റെടുത്തു. എന്നാൽ ഒരു രാജാവെന്ന നിലയിൽ അവൻ ത്യജിക്കപ്പെട്ടു. ഒരു രാജാവിനെ കൂടാതെ രാജ്യം സാധ്യമല്ലല്ലോ. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് വ്യക്തികളോട് ഇപ്രകാരം പറഞ്ഞു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ഇന്നും അവൻ്റെ ആശ്വാസമുണ്ട്. അവൻ പറയുന്നു, ഈ ദൂത് ജനങ്ങളോട് വിളിച്ചറിയിക്കുക എന്ന്. അത് അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് തങ്ങളുടെ തീരുമാനം എടുക്കുവാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് താങ്കൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇന്ന് താങ്കൾ ഒരു തീരുമാനം എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ താങ്കൾ അവനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അവനെ ത്യജിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടിലൊന്നല്ലാതെ വേറെ ഒരു വഴിയില്ല സുഹൃത്തെ. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമല്ലോ എന്ന്. 3 ചരണങ്ങളുള്ളൊരു പാട്ടാണ് ഈ 25-ാം അധ്യായം. 12-ാം അധ്യായത്തിലെ പോലെ ഈ 25-ാം അധ്യായവും സന്തോഷത്തിൻ്റെയും സ്തോത്രത്തിൻ്റെയും ഗാനമാണ്. എല്ലാ ശത്രുക്കളിൽ നിന്നും വിടുതൽ ലഭിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പാട്ട്. 25-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. വിടുതലിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഇത്. അതിശയത്തിൻ്റെയും ആരാധനയുടെയും സന്തോഷത്തിൻ്റെയും ഒരു ഗാനമാണിത്. ദൈവം ആരാകുന്നു എന്നും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുമുള്ള പുതിയ ഒരു അറിവിലേക്ക് വന്നിരിക്കുന്ന ആരാധകൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് ഈ പാട്ട്. ഈ പാട്ട് പാടുന്നവർ ദൈവത്തെ ആരാധിക്കുവാൻ വളരെയധികം താല്പര്യമുള്ളവരാണ്. കാരണം ദൈവം വിശ്വസ്തനും സത്യവാനുമാണ്. അതുകൊണ്ട് അവനെ ആരാധിക്കുവാൻ ഇവർ അതീവ താല്പര്യമുള്ളവരാകുന്നു എന്നാണ് നാം ഇവിടെ കാണുന്നത്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മനുഷ്യനിൽ ആശ്രയം വയ്ക്കരുത്. വിശ്വസ്തത ആത്മാവിൻ്റെ ഫലമാണ്, ജഡത്തിൻ്റെ പ്രവൃത്തിയല്ല. സത്യം എന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തിന് എതിരായിട്ടുള്ളതാണ്. 116-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പാടി: സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ഇനി നമുക്ക് 25-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരാം. നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവുമാക്കി തീർത്തു. അതൊരു നാളും പണിയുകയില്ല. പഴയതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കഴിഞ്ഞ കാലത്തെ ശത്രുക്കളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് അവരുടെ സംരക്ഷണത്തിനു വേണ്ടി നഗരത്തിനു ചുറ്റും ഒരു മതിലിൻ്റെ ആവശ്യമില്ല. 3-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും, ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ആഗോളമായ മാനസാന്തരത്തെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അന്ന് മനുഷ്യർ ദൈവത്തിങ്കിലേക്ക് തിരിയും. ഇത് 1000 ആണ്ട് വാഴ്ചയുടെ സമയമാണ്. ഭാവിയിൽ പാപത്തിൻ്റെ രാത്രിയും മഹാപീഡനവും കഴിയുമ്പോഴായിരിക്കും ദൈവത്തിങ്കിലേക്ക് വലിയ കൂട്ടം തിരിയുന്നത്. കരച്ചിൽ ഒരു രാത്രിയിലേക്ക് മാത്രമേ ഉള്ളൂ. ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവിൻ്റെ വാഴ്ചയുടെ സമയത്ത് വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടായിരിക്കും. 5-ാം വാക്യം നോക്കിക്കാട്ടെ. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെപ്പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു. മേഘത്തിൻ്റെ തണൽ കൊണ്ട് ഉഷ്ണം എന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. അന്ത്യനാളുകളിലെ വിശ്വാസത്യാഗത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ ത്യജിക്കുന്നതിനെ അവർ ഓർക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം എഴുതി: അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ദൈവത്തിൻ്റെ എല്ലാ ശത്രുക്കളെയും പോലെ എതിർ ക്രിസ്തുവും താളടിയാകും. അവൻ തോൽപ്പിക്കപ്പെടും. അന്നന്നത്തെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നതാണ് അടുത്തതായി നാം കാണുന്നത്. 6-ാം വാക്യം, 25-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ട ഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ട ഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ. ശാരീരിക ആവശ്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണല്ലോ.
വീണ്ടെടുക്കപ്പെട്ട ഭൂമി നല്ല വിളവ് നൽകും. മൃഷ്ടഭോജനം അന്നത്തെ ആത്മീയ ഭോജനത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 8-ാം വാക്യത്തിലേക്ക് വരാം. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിലും നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഈ വാക്യം വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഭാവി സന്തോഷത്തെ കാക്ഷിച്ചുകൊണ്ട് ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നതാണ് നാം വായിക്കുന്നത്. ഞാൻ ഇനിയും 9-ാം വാക്യത്തിലേക്ക് വരികയാണ്. 25-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. അവസാനത്തെ ചരണത്തിലേക്ക് വരുമ്പോൾ, ഇത് ഒരു പാട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആളത്വത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അവനുമായിട്ടാണ് മനുഷ്യർക്ക് കാര്യമുള്ളത്. എതിർ ക്രിസ്തുവിനാൽ ലോകം വഞ്ചിക്കപ്പെടും. എന്നാൽ യഥാർത്ഥ ക്രിസ്തു മശിഹ, അവൻ ഭൂമിയുടെ ഭരണാധികാരിയായി വരും. അവിടുന്ന് നൽകുന്ന രക്ഷ മനുഷ്യന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരിക്കും. അവൻ്റെ രക്ഷയിൽ മനുഷ്യൻ സന്തോഷവും ആനന്ദവും ഉള്ളവനായിത്തീരും. ഇനി 10-ാം വാക്യം വിചിത്രമായൊരു പ്രാർത്ഥനയായി തോന്നാവുന്നതാണ്. ഞാനൊന്ന് വായിക്കാം. 10-ാം വാക്യം. യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസിക്കുമല്ലോ, എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിലിട്ട് ചവിട്ടുന്നത് പോലെ മോവാബ് സ്വസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടും. എന്തിനാണ് ഈ മോവാബിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതിന് ഉത്തരം പറയുക അല്പം വിഷമമുള്ള കാര്യമാണ്. മോവാബ് ഉയർന്നിരിക്കുമ്പോൾ ദൈവം താണിരിക്കുന്നു. ദൈവം ഉയർന്നിരിക്കുമ്പോൾ മോവാബ് താണിരിക്കുന്നു. ക്രിസ്തു രാജ്യം സ്ഥാപിക്കുമ്പോൾ, അവൻ ആ രാജ്യം ഭരിക്കുമ്പോൾ മോവാബ് താണിരിക്കുകയും ദൈവം അത്യുന്നതനായിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട വില മനുഷ്യർ കൊടുക്കും. മോവാബ് ഒരു വിധത്തിലുള്ള ദൈവഭക്തിയെ പ്രതിനിധീകരിക്കുന്നു, എന്നാൽ അതിൻ്റെ ശക്തിയെ ത്യജിക്കുകയും ചെയ്യുന്നു. കപടഭക്തി, ഭക്തിയുടെ വേഷം മാത്രം, ശക്തിയില്ല. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നിന്റെ ഉറപ്പും ഉയരവുമുള്ള മതിലുകളെ അവൻ താഴെ നിലത്ത് തള്ളിയിട്ട് പൊടിയാക്കി കളയും. മനുഷ്യൻ്റെ എല്ലാ അഹങ്കാരവും താളടിയാക്കി കളയും. ആ കാലത്താണ് സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുന്നത് എന്ന് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് നിവൃത്തിയാകുന്നത്. നാം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇത് വായിക്കുന്നുണ്ട്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്ന്. എന്നാൽ ഈ സൗമ്യതയുള്ളവർക്ക് ഭൂമിയെ അവകാശമാക്കുവാൻ കഴിയാത്ത ഒരു കാലമാണ് ഇപ്പോൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അഹങ്കാരത്തെയും കപടഭക്തിയെയും ദൈവം വെറുക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ ദൈവസന്നിധിയിൽ ചെന്ന് സഹായത്തിനായി യാചിക്കുന്നുവെങ്കിൽ, അവനെ അതിനായി ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം താങ്കളിൽ പ്രസാദിക്കും. കപടഭാവം അല്ലെങ്കിൽ അഭിനയ സ്വഭാവം നിർത്തണം. സത്യസന്ധമായി ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ നാം സമർപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ അത് ജീവിതത്തിന് അനുഗ്രഹമാകും, മറ്റുള്ളവർക്ക് പ്രയോജനകരമാകും, ദൈവനാമം മഹത്വപ്പെടും. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവവാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്ന ഏവരുടെയും ജീവനുള്ള പ്രത്യാശയാകുന്നു. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നാകുന്നു തിരുവെഴുത്ത് പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ഈ പഠനങ്ങൾ മുഖാന്തരമാകട്ടെ
എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും വരെ കർത്താവിൻ്റെ കൃപയുടെ മറവിൽ അവിടെ നിങ്ങളെ സൂക്ഷിക്കട്ടെ.